പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് തീരുമാനിക്കും. ബി.ജെ.പി നിയമസഭാ കക്ഷിയോഗം വൈകിട്ട് 3 മണിക്ക്. അന്തിമ തീരുമാനത്തിൽ നിർണായകം പ്രധാനമന്ത്രിയുടെ അഭിപ്രായം. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് പോലീസ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയെന്ന് വ്യക്തമാക്കി കുറ്റപത്രം തയ്യാറാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനു മുൻപ് തന്നെ നടി പീഡനം വെളിപ്പെടുത്തിയതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് ഇപ്പോൾ സിദ്ദിഖിനെതിരെ തെളിവുകൾ ഉണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, പലതരത്തിലുള്ള ന്യായങ്ങൾ നേരത്തെ പ്രതിഭാഗം പറഞ്ഞിരുന്നു. ഇത്രയും വൈകി പരാതി നൽകിയതിൽ ഉൾപ്പെടെ ദുരുദ്ദേശമുണ്ട് എന്നതടക്കം. പക്ഷെ അതിനുമൊക്കെ അപ്പുറത്ത് തെളിവുകൾ ഉള്ള സാഹചര്യത്തിൽ ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് കുറ്റക്കാരനാണെന്ന് തന്നെയാണോ കുറ്റപത്രം പറയുന്നത്? ശ്രീജ, 2016 ഈ കേസിനാസ്പദമായ സംഭവം നടന്നതാണെന്ന് നേരത്തെ പരാതി ഉയർന്നത്. ഇത് ആദ്യമായല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിച്ച പശ്ചാത്തലത്തിലല്ല ഈ യുവനടിയുടെ പരാതി ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ നടി ഇതേ കാര്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്ന് ഒരു പരാതിയായി പോലീസിന് മുന്നിലേക്ക് എത്തിയിരുന്നില്ല. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില രേഖകൾ അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലും കേസെടുക്കാമെന്ന് പോലീസിന് നിയമോപദേശം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സ്റ്റേഷനുകളിലായി കേസെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് മ്യൂസിയം പോലീസ് ഈ തിരുവനന്തപുരം സ്വദേശിയായ യുവനടിയുടെ പരാതിയിൽ കേസെടുക്കുന്നത്. ഇതിൽ കൃത്യമായി കണ്ടെത്തലുകളായി കുറ്റപത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. സിനിമയുടെ പ്രൊമോഷനായി സിദ്ദിഖ് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതിനു മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയമുണ്ടായിരുന്ന യുവനടിയെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് സിദ്ദിഖ് താമസിച്ചിരുന്ന മാസ്കോട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയുമായിരുന്നു. അവിടെ വെച്ചാണ് ഈ ലൈംഗിക അതിക്രമം നടന്നത്. എന്തുകൊണ്ട് ഇതുവരെ പരാതി നൽകിയില്ല എന്ന പ്രതിഭാഗത്തിന്റെ ചോദ്യത്തിന് കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം മറുപടി നൽകുന്നുണ്ട്. അതിൽ പറയുന്നത് നേരത്തെ തന്നെ നടി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു എന്ന കാര്യമാണ്. എത്ര കാലം കഴിഞ്ഞാലും കേസെടുക്കുന്നതിന് നിയമപരമായ തടസ്സമില്ല. മാത്രമല്ല, ഈ സംഭവം നടന്നുവെന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിന് ശേഷം നടി കൊച്ചിയിലെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഈ ലൈംഗികമായി അതിക്രമം ഉണ്ടാവുകയും അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചികിത്സ തേടി എന്നാണ് മൊഴിയായി നൽകിയത്. ഈ ഡോക്ടറുടെ മൊഴി കൂടി കുറ്റപത്രത്തിന്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. സിദ്ദിഖിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. നേരത്തെ സുപ്രീം കോടതിയിൽ നിന്നാണ് ജാമ്യം നേടി പുറത്തു വന്നത്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച ഘട്ടങ്ങളിലൊക്കെ ദീർഘസമയം ഒളിവിൽ കഴിയേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം സുപ്രീം കോടതി ഈ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് നിബന്ധനകളോടുകൂടി ഉപാധികളോടുകൂടി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഏതായിരുന്നാലും ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക. ശ്രീജ, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നടൻ സിദ്ദിഖിനെതിരെ തെളിവുകളുണ്ടെന്നാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറയുന്നത്. നടി ഈ പരാതി മുൻപ് തന്നെ ഉന്നയിച്ചതിന് സാക്ഷികളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതായത് സിദ്ദിഖിനെ എതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിക്കൊണ്ട് തന്നെയായിരിക്കും കുറ്റപത്രം. പത്തനംതിട്ടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിത്തിനെ കൊലപ്പെടുത്തിയത് ബി.ജെ.പി RSS പ്രവർത്തകരെന്ന് CPM. പ്രദേശത്ത് മുൻപ് രാഷ്ട്രീയ തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. പെരുന്നാട് നടത്തുമ്പോഴി ഇന്ന് വൈകിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരായിട്ടുള്ള മരിച്ച ജിതിനടക്കമുള്ള ആളുകൾ അവരുമായി ബി.ജെ.പി RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ജിതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ആഴത്തിലുള്ള മുറിവാണ്. ഇതിനെ തുടർന്നാണ് ജിതിൻ മരണത്തിന് കീഴടങ്ങിയത്. സംഘർഷം തന്നെയായിരുന്നു. ഇന്ന് വൈകിട്ട് നടന്ന സംഘർഷത്തിലാണ് ജിതിൻ കൊല ചെയ്യപ്പെട്ടത്. എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ബി.ജെ.പി. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM-ഉമായിട്ടും DYFI-യുമായിട്ടും ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള
നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകന്മാർക്ക് പോലും ഈ സംഭവമായിട്ട് ബന്ധമില്ല. അതേസമയം കൊലയ്ക്ക് കാരണം രാഷ്ട്രീയ സംഘർഷമല്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. സംഭവത്തിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് റാന്നി പെരുന്നാട് സ്വദേശി ജിതിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, ഇന്നലെ രാത്രി ഉണ്ടായ കൊലപാതകം, അതിന് പിന്നാലെയാണ് CPM ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്തെത്തുന്നത്. പക്ഷേ കുടുംബം പോലും പറയുന്നത് അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളില്ല എന്നാണ്. അത് തന്നെ പോലീസും പറയുന്നു. എന്താണ് വിശദാംശങ്ങൾ? ശരി, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. കുടുംബവും അതുപോലെ തന്നെ പോലീസും പറയുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്നാണ് പറയുന്നത്. പക്ഷേ നേരെ മറിച്ച് പാർട്ടി പ്രവർത്തകരായ CITUവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകമെന്നാണ് നിലയ്ക്കാണ്. കൊല്ലപ്പെട്ട ജിതിൻ CITUവിന്റെ പ്രവർത്തകനും DFI പ്രവർത്തകനുമാണ്. ഇന്നലെ രാത്രി 10:30 കൂടിയാണ് റാന്നി മടത്തുമൊഴി കൊച്ചുപാലത്തിന് സമീപം ഒരു സംഘർഷം ഉണ്ടായത്. ആ സംഘർഷത്തിൽ അനന്തു എന്ന് പറയുന്ന DYFI പ്രവർത്തകരെ വിഷ്ണു അടക്കമുള്ള BJP പ്രവർത്തകരായ വിഷ്ണു അടക്കമുള്ള ആളുകൾ മർദ്ദിക്കുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ജിതിൻ എത്തിയത്. ജിതിൻ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വിഷ്ണുവും ഒപ്പമുണ്ടായിരുന്നവരും വടിവാൾ കൊണ്ട് കുത്തിയും വെട്ടിയുമാണ് ജിതിനെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സംഭവം. എന്തായാലും അതിൽ ജിതിൻ കൊല്ലപ്പെടുകയും ചെയ്തു. ആ സംഭവത്തിൽ CPMന്റെ ഇപ്പോഴുള്ള നിലവിലത്തെ ആരോപണം പ്രധാനമായും ഈ പ്രതികളെല്ലാം ഈ BJP പ്രവർത്തകരാണ് എന്നുള്ള നിലയ്ക്കാണ്. അതിൽ 8 പേരാണ് പ്രതികളായിട്ടുള്ളത്. വിഷ്ണു, നിഖിലേഷ്, ശരൺ, സുമിത്ത്, മനീഷ്, ആരോമൽ, മിഥുൻ, അഖിൽ എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. ഇതിൽ 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഖിൽ, ശരൺ, ആരോമൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 5 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ജിതിൻ കൊല്ലപ്പെട്ടതിന് ശേഷം ജിതിനെ പെട്ടെന്ന് തന്നെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഒപ്പം പരിക്കേറ്റ മറ്റ് പ്രവർത്തകരെയും പത്തനംതിട്ട ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവരുടെ മൊഴി പ്രകാരമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. ആ കേസ് പ്രകാരമാണ് ഈ ആക്രമിച്ച ആളുകൾ BJP പ്രവർത്തകർ, RSS പ്രവർത്തകരാണെന്നുള്ള കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ CPM-ഉം CITU അടക്കമുള്ള DFI അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ആരോപിക്കുന്നത് ഇത് CPM-ഉം BJP RSS പ്രവർത്തകരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ്. എന്നാൽ അതേസമയം പൂർണ്ണമായി ഈ കൊലപാതകത്തെ തള്ളുകയാണ് BJP ചെയ്തത്. കാരണം ഈ കൊലപാതകത്തിൽ ഉള്ള പ്രതികൾ ആരും തന്നെ BJP പ്രവർത്തകരല്ല. ഇത്തരമൊരു കൊലപാതകം CPM മനഃപൂർവ്വം BJPയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് BJP ജില്ലാ നേതൃത്വം ജില്ലാ പ്രസിഡന്റ് VA സൂരജ് വ്യക്തമാക്കുന്നത്. ഏതായാലും പോലീസ് കേസെടുത്തുള്ളത് ഈ പ്രതികൾ അവിടെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ജിതിനടക്കമുള്ള ആളുകൾ, ജിതിനും ഒപ്പം പ്രതികളായിട്ടുള്ള വിഷ്ണു അടക്കമുള്ള 8 പ്രതികളും തമ്മിലുള്ള ചില സംഘർഷം ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിന്റെ പേരിലാണ് കൊല്ലപ്പെട്ടുവെന്ന രീതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്, FIR രേഖപ്പെടുത്തിയിട്ടുള്ളതും. എന്തായാലും ഇത് രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെയാണ് CPM നേതൃത്വമുള്ളത്. അത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രഹാം വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ജിതിന്റെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിനും ഒപ്പം ഒരു പ്രതിഷേധത്തിനൊക്കെ ഇത് കാരണമായിട്ടുണ്ട് ഈ കൊലപാതകം. ശരി, ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. കോൺഗ്രസ് നേതൃത്വവും ശശി തരൂരും തമ്മിൽ പോര് കടുക്കുന്നതിനിടെ തരൂരിനെതിരെ കടുത്ത വിമർശനവുമായി വീക്ഷണം ദിനപത്രത്തിൽ ഇന്ന് മുഖപ്രസംഗം വന്നിരിക്കുന്നു. ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്ന തലക്കെട്ടിലാണ് കോൺഗ്രസ് മുഖപത്രത്തിലെ മുഖപ്രസംഗമുള്ളത്. വെളുപ്പിന് മുതൽ വെള്ളം കോരി വൈകിട്ട് കുടമുടയ്ക്കുന്ന പണിയാണ് തരൂർ നടത്തുന്നതെന്നും വീക്ഷണം പറയുന്നു. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, തരൂരിന്റെ ആ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഇത് പശ്ചിമ ബംഗാളിലെ പോലെ ഇവിടുത്തെ CPM-നും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങിയെന്ന് പറയുന്ന വിമർശനങ്ങളൊക്കെ ആ ലേഖനത്തിലുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇങ്ങനൊരു വലിയ പ്രശ്നങ്ങൾ തരൂർ എഴുതിയ ലേഖനത്തെക്കുറിച്ച് വലിയ പ്രശ്നങ്ങൾ ഉയർത്തുന്നത് തരൂർ എന്നൊരു എതിരാളി കൂടി അല്ലെങ്കിൽ ഒരു പ്രതിയോഗി കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്ന ആശങ്കയിലാണോ? ദേശീയ നേതൃത്വം, ഹൈക്കമാൻഡ് ഈ വിവാദങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പാർലമെന്റിൽ സ്പേസ് ഇല്ലാതെ പോകുന്നു എന്ന ആശങ്കയിൽ നിന്നു കൂടിയാണോ തരൂർ മുൻപ് ചെയ്തിട്ടുള്ളതുപോലെ ഒട്ടും പ്രസക്തനല്ലാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് തരൂരിൻ്റെതായ ഒരു വിവാദം ഉണ്ടാവുക? ഇതൊരു ട്രെൻഡാണ്. നമ്മൾ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമ്മൾ ഇത് മുൻപും കണ്ടിട്ടുമുണ്ട്, ഇല്ലേ? തീർച്ചയായും ശ്രീജ, മുമ്പും തരൂര് വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അത് BJP-യെ ആവട്ടെ CPM-നെ ആവട്ടെ പുകഴ്ത്തുന്ന നിലപാടുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ആ വിവാദഘട്ടങ്ങളിൽ പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുമപ്പുറം തരൂർ കഴിഞ്ഞ ദിവസം നടത്തുന്ന ഈ പ്രസ്താവനകളിൽ, ആ ലേഖനത്തിലെ പരാമർശങ്ങളിൽ കോൺഗ്രസ് മറ്റൊരു രാഷ്ട്രീയം കാണുന്നുണ്ട്. കോൺഗ്രസിലെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ നിലപാട് അത് തന്നെയാണ്. കാരണം
കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ രണ്ട് ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ, പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് സംസ്ഥാനത്ത് പ്രതിപക്ഷം നടത്തുമ്പോഴാണ് ഈ തരത്തിൽ സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകുന്നു എന്ന് മാത്രമല്ല അവരെ പുകഴ്ത്തുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ആ തരത്തിൽ ഒരു നിലപാട് സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് നടത്തുന്നു. തിരുവനന്തപുരം MP കൂടിയായ തരൂർ ഇത്തരമൊരു നിലപാടെടുക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അവിടെ ഈ തരൂരിൻ്റെ നീക്കത്തിന് പിന്നിൽ മറ്റൊരു ചില രാഷ്ട്രീയമുണ്ടോ എന്ന സംശയം പ്രധാനപ്പെട്ട ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് തരൂരിനെ തുറന്നെതിർക്കുക എന്നൊരു നയം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ വന്ന ചുരുക്കം ചില നേതാക്കളാണ് തരൂരിനെതിരെ പരസ്യമായി കടുത്ത നീക്കം നടത്തിയത്. മറ്റുള്ളവരെല്ലാം ഒരു മൃദു സമീപനമായിരുന്നു. പക്ഷേ അതല്ല, ഇനി അങ്ങോട്ടേക്ക് കടുത്ത നിലപാടുകൾ തരൂരിനെതിരെ ഉണ്ടാകുമെന്ന സൂചന കൂടിയാണ് ഈ വീക്ഷണത്തിൻ്റെ ലേഖനത്തിൽ വരുന്നത്. അല്പസമയത്തിന് മുമ്പ് K. മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ കൂടുതൽ കടുത്ത ഭാഷയിൽ തരൂരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വ്യക്തമാണ് കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാനത്ത് ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നത്. വീക്ഷണം ലേഖനത്തിൽ മുഖ്യമായും തരൂരിൻ്റെ പേര് പരാമർശിക്കാതെ എന്നാൽ രൂക്ഷ വിമർശനമാണ് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കമായി വരുന്നത്. കാരണം കേരളത്തിൻ്റെ വ്യവസായങ്ങളുടെ ശവപ്പറമ്പ് ഉണ്ടാക്കിയത് ഇടതു സർക്കാർ എന്നാണ് ഈ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെയുള്ളവർക്ക്, അങ്ങനെയുള്ള ആരാധകന്മാർക്ക് അഹിംസ അവാർഡ് കൊടുക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ നീക്കം. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊരുങ്ങി വലിയ വിജയപ്രതീക്ഷയുമായി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കൽ കലമുടയ്ക്കുന്നതിന് തുല്യമായൊരു നീക്കമായി തരൂരിൻ്റെ നീക്കം മാറുകയാണ്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തിന് വിരുദ്ധമാണ് തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. ഒപ്പം PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ നടത്തിയ പ്രസ്താവന, അതായത് UDF സർക്കാരുകൾ, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള വ്യവസായ മന്ത്രിമാരും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ഒക്കെ ഉൾപ്പെടുന്ന UDF സർക്കാരുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനം, കേരളത്തിൻ്റെ ഏറ്റവും വലിയ വ്യവസായ മുന്നേറ്റമുണ്ടായത് അക്കാലത്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് ഇതിൽ പറയുന്നത്. പ്രധാനമായും ഈ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി P. രാജീവിനെ പുകഴ്ത്താൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്ന ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും തരൂരിൻ്റെ പേര് നേരിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും വളരെ കൃത്യമായി തന്നെ തരൂരിനെയാണ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് വീക്ഷണം ലേഖനത്തിന്റെ ഉള്ളടക്കം. ശരി, TG സജിത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വലിയ വിവാദമായി കത്തിപ്പടരുന്നതിനിടെയാണ് ഇന്ന് രാവിലെ വീക്ഷണത്തിന്റെ അതിരൂക്ഷ വിമർശനവുമായി വീക്ഷണത്തിന്റെ മുഖപ്രസംഗം കൂടി എത്തുന്നത്. നിർണായക പദവിയിലിരിക്കെ പാർട്ടി നിലപാടിന് വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിലൂടെ നേതൃത്വവുമായി ശശി തരൂരിന് നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിയാണ് മറനീക്കി പുറത്തു വരുന്നത്. രാഹുൽ ഗാന്ധിയുമായും സംസ്ഥാനത്തെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുമായി തരൂർ ഏറെ നാളായി പ്രത്യക്ഷമായി തന്നെ അകൽച്ചയിലാണ്. ദേശീയ തലത്തിലും സംസ്ഥാനത്തുമൊന്നും തനിക്ക് മതിയായ പരിഗണന കിട്ടുന്നില്ല എന്ന പരിഭവമാണ് തരൂരിന്റെ പ്രസ്താവനകളിലൂടെ പ്രകടമാവുന്നത്. ദീർഘവർഷങ്ങളായി സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും ആത്മബന്ധം പുലർത്തിയിരുന്ന ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ പാർട്ടി തലപ്പത്തേക്ക് വരണമെന്ന നിലപാടെടുത്ത് ആ പദവിയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിയതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധം വഷളായി തുടങ്ങിയത്. 2009 മുതൽ തുടർച്ചയായി പാർലമെന്റ് അംഗമായിരുന്നിട്ടും മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല വഹിച്ചിട്ടും കോൺഗ്രസ് ദേശീയ നേതൃത്വം തനിക്ക് മതിയായ പരിഗണന നൽകുന്നില്ലെന്നാണ് തരൂരിന്റെ പക്ഷം. BJPക്ക് ബദലായി ഇന്ത്യ സഖ്യത്തിന്റെ നയരൂപീകരണത്തിലും വേണ്ടത്ര കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന വിമർശനവും തരൂരിനുണ്ട്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ഇതേ ആക്ഷേപം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം തരൂരിനെതിരെ നീക്കം നടത്തിയെന്നാണ് പ്രധാന വിമർശനം. സംസ്ഥാന കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളുടെ അറിവോടെയാണ് ഈ നീക്കങ്ങൾ നടന്നതെന്നും ശശി തരൂരിന് സംശയമുണ്ട്. BJPക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനങ്ങളിലെ പോരായ്മകൾക്കിടയിലും തുടർച്ചയായി വിജയിക്കാൻ കഴിഞ്ഞത് പാർട്ടിക്കതീതമായ സ്വീകാര്യത തരൂരിന് ഉള്ളതുകൊണ്ടാണെന്നാണ് അദ്ദേഹത്തിന്റെ അനുകൂലികളുടെ വാദം. ഇടതുപക്ഷ നേതാക്കൾ വരെ ഏറെ പ്രശംസിക്കുമ്പോഴും സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് മതിയായ സ്വീകാര്യത ലഭിക്കാത്തതും തരൂരിനെ ഏറെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വികസന വിഷയം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് വിരുദ്ധ നിലപാട് പരസ്യമാക്കി പാർട്ടിയെ തന്നെ വെട്ടിലാക്കിയുള്ള തരൂരിന്റെ നിർണായക രാഷ്ട്രീയ നീക്കം തന്റേത് ഒറ്റയാൻ പോരാട്ടമല്ലെന്നും വിദ്യാസമ്പന്നരായ പാർട്ടി അനുഭാവികളുടെ പിന്തുണ തനിക്കുണ്ടെന്നുമാണ് ശശി തരൂരിന്റെ വാദം. നിലവിലെ വിവാദങ്ങൾ പുറത്തേക്കുള്ള വഴി തുറക്കലല്ലെന്ന് തരൂർ ക്യാമ്പ് ഉറപ്പിച്ചു പറയുമ്പോഴും നേതൃത്വത്തെയും നേതാക്കളെയും അലോസരപ്പെടുത്തുന്ന തുടർച്ചയായ പ്രസ്താവനകൾ കൊണ്ട് ശശി തരൂർ ലക്ഷ്യം വെക്കുന്നത് എന്തെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. ഡാൻ കുര്യൻ, News 18,
തിരുവനന്തപുരം. വ്യാവസായിക രംഗത്തെ കേരളത്തിന്റെ വളർച്ചയെ പുകഴ്ത്തി ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം രംഗത്ത് വരുന്നതിനിടെ മുതിർന്ന നേതാവ് AK ആന്റണിയുടെ പഴയൊരു പ്രസംഗം സമൂഹമാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വൈറലാണ്. കേരളത്തിലേക്ക് വ്യവസായം കൊണ്ടുവരാൻ 2006 ഇടത് സർക്കാർ നൽകിയ പിന്തുണയെക്കുറിച്ചായിരുന്നു അന്നത്തെ ആന്റണിയുടെ പുകഴ്ത്തൽ. ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെയുള്ള വേദിയിലായിരുന്നു ഈ പ്രസംഗം. ഷിഹാബ് ഭാഗത്തുണ്ടായ സഹായത്തിന് നന്ദി പറയാൻ വലിയ ഭാഷാ പഠനമില്ലാത്ത എന്റെ നിഘണ്ടുവിൽ വാക്കുകളില്ല. എന്റെ കയ്യിലുള്ള എല്ലാം നല്ല വാക്കുപയോഗിച്ച് ഞാനവിടെ തീരുമാനങ്ങൾ എടുക്കുക മാത്രമേ ഉള്ളൂ. നടത്തിപ്പ് മുഴുവൻ കേരള ഗവൺമെന്റും വ്യവസായ വകുപ്പും കരീമും ഒക്കെയായിരുന്നു. ES അച്യുതാനന്ദനും എന്നെ കാര്യമായി സഹായിച്ചു. ബ്രഹ്മോസ് ഉൾപ്പെടെ പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കേരളത്തിലെത്തിയത് AK ആന്റണി രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോഴാണ്. 2006 മുതൽ 2011 വരെയുള്ള VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തായിരുന്നു പ്രതിരോധ മേഖലയിൽ കേന്ദ്രം വലിയ തോതിൽ കേരളത്തിൽ നിക്ഷേപം നടത്തിയത്. വിരുദ്ധ രാഷ്ട്രീയ ചേരികളിലുള്ള 2 പാർട്ടികളാണ് കേരളവും കേന്ദ്രവും ഭരിച്ചിരുന്നതെങ്കിലും അതൊന്നും വികസനത്തിന് തടസ്സമായില്ല. രാഷ്ട്രീയം മറന്ന് അകമഴിഞ്ഞു പിന്തുണച്ച VS അച്യുതാനന്ദനെയും ഇളമരം കരീമിനെയും ആന്റണി പ്രകീർത്തിച്ചത് അപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയെയും വേദിയിലിരുത്തിയായിരുന്നു. മാത്രമല്ല UDF സർക്കാരിന്റെ കാലത്ത് പ്രതിരോധ മേഖലയിലെ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തനിക്ക് ധൈര്യമില്ലെന്ന് കൂടി ആന്റണി പറഞ്ഞു. എനിക്കെന്തോ ഒരു ധൈര്യം ചോർന്നുപോയിരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷമായി കേരളത്തിലേക്ക് പുതിയൊരു സ്ഥാപനം കൊണ്ടുവരാൻ ഒരു ഗ്രഹപാഠവും ചെയ്യുന്നില്ല, കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാനുള്ള ധൈര്യം എനിക്ക് കുറഞ്ഞിരിക്കും. കാരണം എന്റെ കയ്യിലുള്ള സ്ഥാപനമെല്ലാം പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങളാണ്. മറ്റു വ്യവസായം നടത്തുന്ന ശൈലിയിൽ ഈ സ്ഥാപനം നടത്താൻ പറ്റില്ല, അനുവദിക്കില്ല. ശശി തരൂരിന്റെ സർക്കാർ അനുകൂല നിലപാട് UDFിനുണ്ടാക്കിയ മുറിവ് ചെറുതല്ല. വീണ് കിട്ടിയ അവസരം പരമാവധി ഉപയോഗിക്കുകയാണ് CPM സർക്കാരും. ശശി തരൂരിന്റെ സാക്ഷ്യം കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിനുള്ള ഗുഡ് സർട്ടിഫിക്കറ്റായി ഇടതുപക്ഷം പ്രചരിപ്പിക്കും. ആന്റണിയുടെ പഴയ പ്രസംഗം കൂടി ഇടതു കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുന്നതോടെ തരൂർ UDFിനുണ്ടാക്കിയ മുറിവിന്റെ ആഴവും വേദനയും ഇനിയും കൂടും. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം ശശി തരൂരിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് CPM. കേരളത്തിന്റെ നേട്ടമില്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കാര്യം കൃത്യമായി അവതരിപ്പിച്ച് സംസാരിച്ചതാണ് തരൂർ ചെയ്ത പാതകം. സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെ കോൺഗ്രസ് സമീപിക്കുന്നത് എങ്ങനെ എന്നതിന്റെ തെളിവാണിതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെയെല്ലാം കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന നിലപാടുകളെ ഈ കേരളവും രാജ്യവും അംഗീകരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സംരംഭ പ്രവർത്തനത്തിൽ 2,90,000 വരുന്ന സംരംഭ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2.9 ലക്ഷം സംരംഭകരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നും 7 ലക്ഷത്തിലധികം ആളുകൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ ലഭിച്ചു എന്നുള്ളതും വസ്തുതയാണ്. ആ വസ്തുതയെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് K. സുധാകരൻ ഉൾപ്പെടെയുള്ള KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരും പ്രതിപക്ഷത്തിലുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഓരോ വക്താവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതാണ് ശശി തരൂർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പാതകം. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് വൈകിട്ട് 5 മണിക്കാണ് യോഗം. അസാധാരണ നിബന്ധനകളോട് കേന്ദ്രം അനുവദിച്ച വായ്പ എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടാവും. വായ്പയുടെ വിനിയോഗത്തിന് സമയം നീട്ടി ചോദിക്കുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാന BJPയെ സംബന്ധിച്ചും ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. BJP സംസ്ഥാന അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പുതിയ അധ്യക്ഷനെ കേന്ദ്രീകരിച്ചായിരുന്നു ഇതുവരെ ചർച്ചകളെങ്കിൽ ഏറ്റവും ഒടുവിൽ K. സുരേന്ദ്രൻ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നേക്കുമെന്ന സൂചനകളാണ് വരുന്നത്. 5 വർഷം പൂർത്തിയായെങ്കിലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അവസാന ലാപ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അധ്യക്ഷനെ മാറ്റുന്നത് ഉചിതമല്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ട്. വിഭാഗീയത കൊടുമ്പിരി കൊണ്ടു നിൽക്കെ ആരധ്യക്ഷനായി വന്നാലും സുരേന്ദ്രനെ താഴെ ഇറക്കണമെന്ന വികാരത്തിലാണ് എതിർ ഗ്രൂപ്പുകളെല്ലാം. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ചില ആലോചനകൾ സുരേന്ദ്രന് അനുകൂലമാകുമെന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ക്രമാനുഗതമായി കേരളത്തിൽ BJPക്ക് വോട്ട് വർദ്ധിച്ചതും തൃശൂരിലടക്കം വിജയം നേടാനായതും സുരേന്ദ്രന്റെ കൂടി പ്രവർത്തന ഫലമായി വിലയിരുത്തപ്പെടുന്നു. 5 വർഷ കാലാവധി പൂർത്തിയായെങ്കിലും ഇതിൽ 2 വർഷം ഒരു ടേമായി കണക്കാക്കുന്നില്ല. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ നിലപാടും സുരേന്ദ്രന് അനുകൂലമെന്നാണ് സൂചന. പുതിയ അധ്യക്ഷനെ കൊണ്ടുവരാനുള്ള സാഹചര്യമാണോ ഉള്ളതെന്ന സംശയവും നിലനിൽക്കുന്നു.
തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് BJP പ്രതീക്ഷിക്കുന്നത്. തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും പ്രതീക്ഷയോടെ കാണുന്നു. സുരേന്ദ്രനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിന് വലിയ പരിഗണനയുണ്ട്. താഴെത്തട്ടിലെ പ്രവർത്തകരുമായുള്ള പരിചയക്കുറവാണ് പ്രധാന വെല്ലുവിളി. എന്നാൽ കൃഷ്ണദാസ്, മുരളീധര വിഭാഗങ്ങളെ ഒപ്പം ചേർത്ത് ഇത് മറികടക്കാൻ കഴിയുമെന്ന് രാജീവ് അനുകൂലികൾ പറയുന്നു. മറ്റൊരു സീനിയർ നേതാവായ MD രമേശ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഈ വിഭാഗം കരുതുന്നു. കൃഷ്ണദാസിന്റെ പിന്തുണ രമേശിനാണെന്ന് ഇവർ വ്യക്തമാക്കുന്നു. വനിതാ പ്രാതിനിധ്യം ഉറപ്പായാൽ ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിലേക്ക് എത്തും. പല ഗ്രൂപ്പുകളുമായി ഉടക്കി നിൽക്കുന്ന ശോഭയ്ക്ക് അധ്യക്ഷ പദവി ലഭിച്ചാൽ സംഘടനാ സംവിധാനം ശക്തമായി മുന്നോട്ടു പോകുമോ എന്നതിൽ ചില കേന്ദ്ര നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വിവരങ്ങളുമായി VV വിനോദ് ചേർന്നു. വിനോദ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. അത് കഴിയുമ്പോൾ തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അധ്യക്ഷനെ മാറ്റുന്നത് ഉചിതമാവില്ല എന്ന് പറയുമ്പോഴും മറുവശത്ത് സുരേന്ദ്രനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട്. പുതിയൊരാൾ വരണമെന്ന ആവശ്യം ശക്തമുണ്ട്. ഇതിൽ ഏത് വിഭാഗത്തിനായിരിക്കും മുൻതൂക്കം ലഭിക്കുക? ശ്രീജ, പല കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും അധ്യക്ഷന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. 5 വർഷം കാലാവധി സുരേന്ദ്രൻ പൂർത്തിയാക്കുകയാണ്. 3 വർഷമാണ് ഒരു ടേം, 2 വർഷം ഒരു ടേമായി കണക്കാക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ ഒരുപക്ഷെ തുടരാൻ അനുവദിച്ചേക്കും. അങ്ങനെ ഒരു കണക്കുകൂട്ടൽ സുരേന്ദ്ര വിഭാഗത്തിനുണ്ട്. മാത്രമല്ല, ഈ 2 തിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ പിന്നാലെ വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പും പെട്ടെന്ന് ഒരു അധ്യക്ഷ മാറ്റം ഉണ്ടായാൽ ഇതെല്ലാം തന്നെ വലിയ തോതിൽ ഇപ്പോഴുള്ള വിഭാഗീയതയെ മൂർച്ഛിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ തൽസ്ഥിതി തുടരട്ടെ എന്ന വികാരം പങ്കുവയ്ക്കുന്ന കേന്ദ്ര നേതാക്കളുണ്ട്. പ്രഹ്ലാദ് ജോഷിയുടെ അടക്കം നിലപാടുകൾ സുരേന്ദ്രന് അനുകൂലമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ, അദ്ദേഹത്തിനും സുരേന്ദ്രൻ തുടരുന്നതിനോട് മറ്റ് എതിർപ്പുകളില്ല എന്ന വിവരം വരുന്നുണ്ട്. അതേസമയം സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങൾക്ക് അടുത്തതാണ്. അത് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ കൃഷ്ണദാസ് പക്ഷമാകട്ടെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്നവരാകട്ടെ, ആ തരത്തിൽ. മാത്രമല്ല, ഇപ്പോൾ സമീപകാലത്തുണ്ടായത് മുരളീധര വിഭാഗം അകന്നു നിൽക്കുന്നു, സുരേന്ദ്രനുമായി ഒരൽപ്പം അകലം പാലിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മറ്റ് ഗ്രൂപ്പുകളുടെ ഒന്നും തന്നെ പിന്തുണ സുരേന്ദ്രനില്ല. അതുകൊണ്ട് സുരേന്ദ്രനെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ പ്രസിഡന്റ് എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന പേര് രാജീവ് ചന്ദ്രശേഖറിന്റേതാണ്. അദ്ദേഹം സമീപ മാസങ്ങളിലായി സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. പക്ഷെ അദ്ദേഹത്തിനുള്ള ഒരു ഡീമെറിറ്റ് അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത് താഴെത്തട്ടിലെ പ്രവർത്തകരുമായി അത്ര കണ്ട് പരിചയമില്ല അല്ലെങ്കിൽ അടുപ്പമില്ല എന്നതാണ്. ഇത് മറികടക്കാനുള്ള ഒരു സാധ്യതയായി രാജീവിനൊപ്പമുള്ളവർ കണക്കാക്കുന്നത് മുരളീധര പക്ഷത്തെയും കൃഷ്ണദാസ് പക്ഷത്തെയും ഒപ്പം ചേർക്കുക. അതായത് അവർക്ക് കാലങ്ങളായി ഇവിടെ പ്രവർത്തിച്ചുള്ള പരിചയമുണ്ട്, സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ കഴിയും, രാജീവിനൊപ്പം അണിചേരുക എന്നതാണ് ഒരു ഫോർമുലയായി മുന്നോട്ട് വയ്ക്കുന്നത്. അതിനപ്പുറത്തേക്ക് MD രമേശിന്റെ പേര് പറയുന്നുണ്ട്. വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്, പ്രധാനപ്പെട്ട മുഖമാണ്, കൃഷ്ണദാസിന്റെ പിന്തുണയുണ്ട് എന്ന് രമേശിനൊപ്പമുള്ളവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സമവായ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സമവായ പേര് എന്ന നിലയ്ക്ക് തന്നെ രമേശിന്റെ പേര് ഒരുപക്ഷെ സ്ഥാനം ഒഴിയാൻ സാഹചര്യം ഉണ്ടായാൽ മുരളീധരൻ പോലും കെ സുരേന്ദ്രൻ പോലും പറയുന്ന പേരുകളിൽ ഒന്ന് രമേശിന്റേതായിരിക്കും. കാരണം രമേശുമായി മറ്റ് തർക്കങ്ങൾ സുരേന്ദ്രനില്ല. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ വരുന്നത് ഒഴിവാക്കാൻ രമേശിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് സുരേന്ദ്രൻ. മറ്റൊന്ന് ഈ വനിതാ പ്രാതിനിധ്യമാണ്. വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടന, ആ നിലയ്ക്കാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കേരളത്തിൽ പരിഗണിക്കപ്പെട്ടാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ശോഭയുടേതാണ്. ശോഭാ സുരേന്ദ്രൻ കാലങ്ങളായി നിൽക്കുന്ന സീനിയർ നേതാവാണ്. പക്ഷേ വിവിധ ഗ്രൂപ്പുകളുമായി തെറ്റി നിൽക്കുന്ന ശോഭയ്ക്ക് അങ്ങനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ സംഘടനയെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊരു ചോദ്യം ആശങ്കയായ നേതൃത്വത്തിന് മുന്നിലുണ്ട്. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഭാര്യ വിദേശത്ത് ജോലി ചെയ്യണം, നഴ്സാണ്. അവരിൽ നിന്ന് ലഭിച്ച പണമാണ് ഈ രീതിയിലേക്ക് അവർ അയച്ചുകൊണ്ടിരുന്ന പണം ആർഭാട ജീവിതത്തിലേക്ക് ഇയാൾ വഴിമാറ്റുകയായിരുന്നു. വലിയ രീതിയിലേക്ക് കടബാധ്യതകൾ വന്നു. അത് ഇയാളെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത രീതിയിലേക്കെല്ലാം തന്നെ ഇയാൾ മാറിയിരുന്നു. പിന്നീട് കണ്ട വഴി എന്ന് പറയുന്നത് ഈ രീതിയിൽ പണം സമാഹരിക്കുക എന്നതാണ്. ഭാര്യ അവധിക്ക് വരാറായി, നാട്ടിലേക്ക് വരാറായി. അപ്പോഴേക്കും ഇത് തീർക്കാനായിട്ട് ഇയാൾ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് കൊള്ളയടിക്കുക എന്നാണ്. ബാങ്ക് കൊള്ളയടിക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത്.
പോലീസ് ഇയാൾ പറയുന്ന ഈ കാര്യങ്ങൾ അത് പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് കടബാധ്യതയുണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസിന് ഇപ്പോഴും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് മറ്റെല്ലാവരും ഉന്നയിക്കുന്ന പോലൊരു സംശയമാണ്. ഒരു ബാങ്ക് കൊള്ളയടിച്ച് കടന്നു പോകാൻ ഇത്ര കണ്ട വളരെ പെട്ടെന്ന് ഒരു പരിചയമില്ലാത്ത, ഒട്ടും പ്രൊഫഷണൽ ഈ രംഗത്ത് ഈ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഈ വീട്ടിലെ കറിക്കത്തെയും കൊണ്ടുവന്ന് ബാങ്ക് കൊള്ളയടിച്ച് പോയി എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. അതിൽ പോലീസ് പറയുന്നത് ഈ നിരന്തരമായി നിരീക്ഷിച്ച ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നെല്ലാം ഇയാൾ പറയുമ്പോഴും അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. ഇയാളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതിന് ഇന്നിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളാണ്. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ എല്ലാം തന്നെ കഴിഞ്ഞു. ഇന്ന് പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും കോടതിയിലേക്ക് ഇയാൾ എത്തിക്കുക. അതിന് മുൻപ് പോലീസിന് ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യവും കാര്യങ്ങളും എല്ലാം നിരീക്ഷിച്ച് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇയാൾ തന്നെയാണ്, ഒറ്റയ്ക്കാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നതാണ്. എങ്കിൽ കൂടിയും അതിനൊരു ആധികാരികത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ചോദ്യം ചെയ്യലിലേക്കടക്കം കടക്കും. പോലീസിന് 3 ദിവസത്തോളം ഇത്രയും വലിയൊരു കവർച്ച നടത്തിയിട്ട് 3 ദിവസത്തോളം ഇയാൾ മറയത്തായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇയാൾ അതിനുവേണ്ട ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തിയിരുന്നു. അതിന് ഒരു പരിധിവരെ ഇയാൾ വിജയിക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. ഈ 3 തവണ അയാൾ ധരിച്ചിരുന്ന വസ്ത്രം മാറിയിരുന്നു ഈ യാത്രക്കിടയിൽ തന്നെ. അതോടൊപ്പം തന്നെ സ്കൂട്ടർ അതിൻ്റെ ഒരു റിയർ ആ കാര്യങ്ങൾ കണ്ണടിയെല്ലാം തന്നെ അഴിച്ച് മാറ്റിയതിന് ശേഷം ആ രീതിയിലും എല്ലാം തന്നെ ഇയാൾ പോലീസിനെ ഒരു പരിധിവരെ എല്ലാം തന്നെ കബളിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇയാൾ ധരിച്ചിരുന്ന ഷൂസ് അതിലെ ചില അടയാളങ്ങൾ കൃത്യമായി എല്ലാ ഫ്രെയിമിലും കൃത്യമായി പോലീസ് പരിശോധിച്ചു. ഏതാണ്ട് 500ഓളം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു എന്നാണ് പറയുന്നത്, ക്യാമറകൾ. ഇതിൽ നിന്നാണ് ഈ ഒരു പൊതു അടയാളത്തിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാൾ കബളിപ്പിച്ച പലയിടങ്ങളിലൂടെ യാത്ര ചെയ്തു. പക്ഷേ ഈ സ്കൂട്ടറിനെ കുറിച്ച് പൊതുവായിട്ട് തന്നെ ഈ മേഖലയിലെല്ലാം തന്നെ അന്വേഷിക്കുകയും ഈ സ്കൂട്ടറിലേക്ക് തന്നെ പോലീസ് അന്വേഷണം എത്തുകയും എല്ലാം ചെയ്തു. അതിനുശേഷമാണ് ഓരോ സോൺ തിരിച്ച ഇതിൻ്റെ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന ജനവാസ മേഖലയിൽ തുടരുന്നു. വെറ്റിലപ്പാറ ക്ഷേത്രത്തിന് സമീപമാണിപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം നാളെ ആരംഭിക്കും. ദൗത്യത്തിനായി 2 കുങ്കിയാനകൾ എത്തി. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ ആനയെ ചികിത്സിക്കുന്നതിന് വേണ്ടി അതിനെ തളച്ച് അതിനെ പിന്നീട് കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സിക്കുക, അതാണ് ഈ ദൗത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെയോടുകൂടി ആ ദൗത്യത്തിലേക്ക് പൂർണ്ണമായും അതിലേക്ക് കടക്കുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആനയുള്ളത്, ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുള്ളത് വെറ്റിലപ്പാറ 13-ാം ബ്ലോക്കിലാണുള്ളത്. ജനവാസ കേന്ദ്രമാണ്. ജനവാസ കേന്ദ്രത്തോട് അടുത്തുള്ള പ്രദേശങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികളടക്കം അവരുടെ ലയങ്ങളടക്കമുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും അവിടെ മറ്റു പ്രകോപനങ്ങളൊന്നുമില്ലാതെ തന്നെ, പ്രകോപനം സൃഷ്ടിക്കാതെ തന്നെ ആന അവിടെ തുടരുന്നു എന്നതാണ്. അതിന്റെ മുറിവിലേക്ക് ചെളിവാരി പതിവ് പോലെ തന്നെ അങ്ങനെ മസ്തകത്തിലേക്ക് ചെളിവാരി എറിഞ്ഞുകൊണ്ടുള്ള അതേ നിൽപ്പ് തുടരുന്നു. അതിനെ വനംവകുപ്പും വെറ്റിനറി വിഭാഗം ഡോക്ടർമാരും നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതിനെ തളയ്ക്കുന്നതിന് കുങ്കിയാനകളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ അതിരപ്പള്ളി മേഖലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന വിക്രം എന്ന് പറയുന്ന കുങ്കിയാന ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 2 കുങ്കിയാനകൾ കൂടി ചേരുന്നുണ്ട്. ഇത് ഇനിയിപ്പോൾ നാളെയാണ് ഇവർക്കുള്ള ഒരു നിർദ്ദേശവും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിച്ചിരിക്കുന്നത്. ഇത് എന്താ ചെയ്യണം എന്നുള്ളത് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകുന്നത്. അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വലിയൊരു വിഭാഗം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇതിനുവേണ്ടി ദൗത്യത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നതാണ്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിലുണ്ടായിരുന്ന വലിയ ആശങ്കയായിരുന്നു ഈ മുറിവേറ്റ കൊമ്പൻ, മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പൻ, അതിന്റെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ, അത് ഏത് രീതിയിൽ എന്നത് സംബന്ധിയായ കാര്യങ്ങളിലൊരു ആശങ്കയുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ചികിത്സ നൽകിയെങ്കിലും അത് പൂർണ്ണമായും ഫലവത്തായില്ല. അതിന്റെ മുറിവിന്റെ ആഴം കൂടുന്നു, ഇതെല്ലാം തന്നെ സങ്കീർണമാവുകയായിരുന്നു. ഇതിനുശേഷം ഇപ്പോഴേക്കും വീണ്ടും ചികിത്സ നൽകാനായിട്ട് തീരുമാനിച്ചു. അതിനെ പിടികൂടി അഭയാരണ്യ കേന്ദ്രത്തിലെത്തിച്ച് തുടർ ചികിത്സകൾ നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് കുങ്കിയാന
കുങ്കിയാനകളുടെ കൂടി സഹായം കൂടിയേ തീരൂ. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് വിക്രം എന്ന പേരുള്ള കുങ്കിയാനയാണ്. ഇനി കൗണ്ണി, സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ കുഞ്ചു എന്നിവർ കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമാകും. ഇതിന് പൂർണ്ണമായും ഒരു സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇവിടെ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വെറ്റിലപ്പാറയിലെ അങ്കണവാടിയാണ് ഈ പരിസരം. ഇവിടെ ഒരു വൈദ്യുത വേലിയെല്ലാം ഈ അങ്കണവാടിക്കുണ്ട്. പക്ഷേ ഈ കുങ്കിയാനകളെ കൂടി കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അതിന്റെ ഒരു സുരക്ഷാ വേലി ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. കാരണം മറ്റ് വന്യമൃഗങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം എല്ലാം തന്നെ കണക്കിലെടുത്തിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായ ഒരു സജ്ജീകരണത്തിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നതാണ്. നാളെയോടുകൂടി ആയിരിക്കും ഈ ദൗത്യം അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പൂർണ്ണതയിലേക്ക് അടക്കം വരികയുള്ളൂ. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ആനയെ പിടികൂടി ചികിത്സിക്കുക എന്നത് തന്നെയാണ്. നിലവിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതെയാണ് ആന ജനവാസ കേന്ദ്രമാണെങ്കിൽ കൂടിയും അവിടെ തുടരുന്നത്. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഡാനി പോളാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് അതിരപ്പിള്ളിയിൽ നിന്ന്. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇപ്പോൾ മന്ത്രി VN വാസവൻ ഈ ക്ഷേത്ര പരിസരത്ത് സന്ദർശനം നടത്തുകയാണ്. നേരത്തെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആനയെ കൊയിലാണ്ടിയിൽ എത്തിച്ചതിൽ ദേവസ്വം ലൈവ് സ്റ്റോക്ക് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ 2 ആനകളുടെയും ഭക്ഷണ യാത്രാ രജിസ്റ്ററുകൾ ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്ന അതിന് മുന്നോടിയായിട്ട് കൂടിയാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി VN വാസവൻ ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നത്. ക്ഷേത്രം ഭാരവാഹികളുമായി സംസാരിച്ച വിവരങ്ങൾ അന്വേഷിക്കുകയാണ് മന്ത്രി. കഴിഞ്ഞ ദിവസമാണ് ആനയിടഞ്ഞ് അവിടെ അപകടമുണ്ടായത്. ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആന മറ്റൊരു ആനയെ കുത്തുകയും തുടർന്ന് 3 പേർ ആ സംഭവത്തിനിടെ പ്രശ്നങ്ങൾക്കിടെ മരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നേരിട്ട് അവിടെ മണക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ദേവസ്വം മന്ത്രി VN വാസവൻ. അപകടത്തിന് പിന്നാലെ ഇനി ക്ഷേത്രത്തിൽ ആനയെ എഴുന്നള്ളിക്കില്ല എന്ന തീരുമാനമടക്കം എടുത്തിരുന്നു ഈ ക്ഷേത്ര ഭാരവാഹികൾ. മന്ത്രി VN വാസവൻ മണക്കുളങ്ങര ക്ഷേത്രത്തിലെത്തി നേരിട്ട് ക്ഷേത്ര ഭാരവാഹികളുമായി സംസാരിച്ച് ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാറിൽ പരാക്രമം തുടർന്ന് കാട്ടുകൊമ്പൻ പടയപ്പ. സിഗ്നൽ പോയിന്റിന് സമീപം ലോറി ആക്രമിച്ച പടയപ്പ ലോറിയുടെ മുൻവശത്തെ ഗ്ലാസ് തകർത്തു. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, ഇതിപ്പോ തുടർച്ചയായ ദിവസങ്ങളിൽ ഈ കാട്ടാന വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുകയാണ്. ഇത് ആൾനാശം ഉണ്ടാവുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്താൻ വലിയ ദൂരമില്ല. ഈ സാഹചര്യത്തിൽ എന്താണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്? തീർച്ചയായും വലിയൊരു അപകടത്തിലേക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുടരുന്നത്. കാരണം ദിവസങ്ങളായി ഇപ്പോൾ വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം എല്ലാ ദിവസവും തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും മൂന്നാർ ഉടുമൽപേട്ട പാതയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ആന പടയപ്പ നിലയുറപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ മൂന്നാർ ദേവികുളം മേഖലകളിലേക്ക് മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇന്നും കഴിഞ്ഞ രാത്രിയിലും ദേവികുളം മേഖലയിലാണ് വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുകയും ഗ്ലാസ് തകർക്കുകയും ചെയ്തത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 2 ദിവസങ്ങൾ ഇരുചക്ര വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുകയും അവർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ആനയുടെ ആക്രമണം പ്രത്യേകിച്ചും വാഹനങ്ങൾക്ക് നേരെയുള്ള രാത്രികാല യാത്രകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നത് വലിയ ആശങ്കയോടെയാണ് നാട്ടുകാർ കാണുന്നത്.
ആനയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അഞ്ചംഗ സംഘം ആനയെ നിരീക്ഷിക്കുകയും നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്യുമെന്ന് വനംവകുപ്പ് അറിയിക്കുമ്പോഴും രാത്രികാല യാത്രകൾ സുരക്ഷിതമായി നടത്താൻ സാധിക്കുന്നില്ല എന്ന ജാഗ്രത പുലർത്തണമെന്നൊക്കെ വനംവകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ റോഡിലേക്കൊക്കെ ഇറങ്ങാതെ ആനയെ ഈ മേഖലയിൽ നിന്ന് മാറ്റുവാൻ വനംവകുപ്പിന് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ മേഖലയിൽ ആന നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാരോടും യാത്രക്കാരോടും മുൻകൂട്ടി അറിയിക്കുവാനും വനംവകുപ്പിന് സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ശ്രീജ, ശരി, പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്ന് തുടർച്ചയായ ദിവസങ്ങളിൽ കാട്ടാന ആയ പടയപ്പയുടെ ഭാഗത്തു നിന്ന് ആക്രമണം തുടരുകയാണ്. മറ്റു വാർത്തകൾ നോക്കാം. ഡൽഹിക്ക് പിന്നാലെ ബീഹാറിലും ഭൂചലനം. ഡൽഹിയിൽ പുലർച്ചെ ഉണ്ടായിരുന്ന ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയിരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് പ്രധാനമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, വലിയ രീതിയിലുള്ള കുലുക്കം അനുഭവപ്പെട്ടു എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അറിയുന്നത്. റിക്ടർ സ്കെയിലിൽ 4 എന്ന് പറയുന്നത് അത്യാവശ്യം തീവ്രതയുണ്ട്. ഇപ്പോൾ ഈ ബീഹാറിൽ അനുഭവപ്പെട്ടത് പ്രകമ്പനങ്ങളാണോ അതോ എന്താണ് അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരുന്നത്? ശ്രീജ, ഡൽഹിക്ക് പിന്നാലെ ബീഹാറിൽ ഭൂചലനം ഉണ്ടായി എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. ഡൽഹിയിൽ 5:36 ഭൂചലനം അനുഭവപ്പെട്ടത്. വലിയ രീതിയിലുള്ള ഭൂചലനം അനുഭവപ്പെട്ടു. ആളുകളൊക്കെ തന്നെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. വലിയ ശബ്ദത്തോടു കൂടിയാണ് ഭൂചലനം ഉണ്ടായതെന്നാണ് ഇത് അനുഭവപ്പെട്ടവർ പറയുകയും ചെയ്തത്. ഏതായാലും ഡൽഹിയിലെ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ധോളക്കുവുമാണ്. അവിടെ ദുർഗാബായ് ദേശ്മുഖ് കോളേജിലാണ് പ്രഭവ കേന്ദ്രം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ബീഹാറിലെ സിവാനിലാണ് ഭൂചലനം ഉണ്ടായത്. 8:02 ഭൂചലനം അനുഭവപ്പെട്ടത്. അതേതായാലും റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിന് പിന്നാലെ 8:15 കൂടി ഒഡീഷയിലെ പുരിയിലും ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. അത് ഒരുപക്ഷെ പ്രകമ്പനം ആയേക്കാം. എങ്കിൽ പോലും പുരിയിലുണ്ടായിരിക്കുന്ന ഭൂചലനത്തിന്റെ തീവ്രത 4.7 രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 5-ന് മുകളിൽ വരുന്ന എല്ലാ ഭൂചലനവും തീവ്ര ഭൂചലനമായി കണക്കാക്കാൻ ചെയ്യാം. മാത്രമല്ല, ഡൽഹിയിൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടാവാറുണ്ട്. ഡൽഹി തന്നെ, ആ മേഖല തന്നെ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ്. കാറ്റഗറി 4-ലാണ് ഡൽഹി ഉൾപ്പെടുന്നത്. അതായത് ഏറ്റവും ശക്തമായ ഭൂചലനം ഉണ്ടാകാവുന്ന രണ്ടാമത്തെ കാറ്റഗറിയാണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഡൽഹിയിൽ ഇത്തരം ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് ഡൽഹി തന്നെ പ്രഭവ കേന്ദ്രമായി എന്നാണ് ആളുകളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ശ്രീജ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്. തിരുവനന്തപുരം മേനംകുളത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ സംഘർഷം. ഇന്നലെ വൈകിട്ട് നടന്ന മണ്ഡലം കമ്മിറ്റിയുടെ കുടുംബയോഗത്തിനിടെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഒരു കൂട്ടം പ്രവർത്തകർ മർദ്ദിച്ചത്. പ്രാദേശിക നേതാക്കൾക്ക് യോഗത്തിൽ നന്ദി പറഞ്ഞില്ല എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ഇരുവിഭാഗങ്ങൾ ചേരിതിരിഞ്ഞുണ്ടായ തർക്കത്തിനിടെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പൂവക്കാട് സുമേഷിന് മർദ്ദനമേറ്റത്. സുമേഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയതായിരുന്നു ചാലക്കുടി പോട്ടയിലുണ്ടായ ബാങ്ക് കവർച്ച. ഈ കേസിൽ മോഷ്ടിച്ച പണം ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു. 12 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. കത്തിയും ധരിച്ച വസ്ത്രവും പോലീസ് കണ്ടെടുത്തു. കിടപ്പുമുറിക്ക് മുകളിലുള്ള ഷെൽഫിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ 12 ലക്ഷത്തിന്റെ ബാക്കി കടം തീർത്തു എന്ന് പറയുന്നു. ബാക്കി 12 ലക്ഷം ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തു. അതായത് ഇയാൾ പറയുന്നതൊക്കെ ഏതാണ്ട് വിശ്വസിക്കാമെന്നാണോ പോലീസ് കരുതുന്നത്? അതോ മറ്റൊരാളുടെ സഹായമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം എങ്ങനെ നടപ്പാക്കിയെന്ന സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടോ? ശ്രീജ, അങ്ങനെ ഒരു സംശയം നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ ഇയാൾ തന്നെയാണ് ഇതിലേക്ക് ഇത് തനിച്ച് നടപ്പാക്കിയതെന്നും മറ്റേ ഈ മോഷ്ടിച്ച അല്ലെങ്കിൽ കവർച്ച ചെയ്യപ്പെട്ട പണം അത് വിനിയോഗിച്ച രീതിയുമെല്ലാം ഇയാൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് മറ്റ് കാര്യങ്ങളില്ല, ഇയാളത് നടപ്പാക്കി എന്നതേ ഉള്ളൂ. ചില സമയത്ത് സംഭവിക്കുന്ന പോലെ തന്നെ ഇയാളത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കി എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ മോഷ്ടിക്കപ്പെട്ട പണം അത് വളരെ കൃത്യമായിട്ട് തന്നെ അതിന്റെ ബാക്കി കൂടി കണ്ടെത്തി എന്നതാണ്. ഒപ്പം മറ്റൊന്ന്, ഇയാള് കടം വാങ്ങിയ ഒരു ആളുണ്ടായിരുന്നു. അന്നനഗർ സ്വദേശിയായി നിന്ന് 2,90,000 രൂപ ഇയാൾ നേരത്തെ കടം വാങ്ങി. അത് തിരിച്ചു കൊടുത്തിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചു കൊടുത്തിരുന്നു. ഈ പണം ഇന്നലെ രാത്രി ഇയാൾ ഈ അന്നനഗർ സ്വദേശി ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലെത്തി ഈ പണം തിരികെ ഏൽപ്പിച്ചിട്ടുണ്ട്.
അതും ബാക്കിയുള്ള പണവും എല്ലാം എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു കണക്കിലേക്ക് തന്നെയാണ് വരുന്നത്. ഏതൊരു 10,000 രൂപയുടെ അത് ഇയാൾ ചെലവഴിച്ചു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ കൃത്യമായ രീതിയിലാണ് ഈ പണത്തിന്റെ കണക്ക് വരുമ്പോൾ വളരെ കൃത്യമായ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് മറ്റാരെങ്കിലും ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം തന്നെ അത് സഹായിച്ച രീതിയിൽ അല്ലെങ്കിൽ ഇത് പങ്കുവെക്കുന്ന രീതി എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനകം തന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് തീർന്നു പോകുമായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ തുക മോഷ്ടിക്കപ്പെടുമായിരുന്നു. അതെല്ലാം തന്നെ പോലീസ് ശരിവെക്കുന്നുണ്ട്. അപ്പൊ നിലവിലെ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ റിജു ആന്റണിയിലേക്ക് തന്നെയാണ് ഇത് ചുരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ ബാങ്കിൽ എത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. ആ നടപടികളുമെല്ലാമായിട്ട് മുന്നോട്ട് പോകുന്നു. പോലീസ് ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ഈ തുക അടക്കം കണ്ടെത്തിയത്. ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ആ തുക കണ്ടെത്തിയത്. ഒപ്പം ഈ കത്തിയും അതോട് ഇതിന് ഉപയോഗിച്ച വസ്ത്രങ്ങള് ഇതെല്ലാം തന്നെ ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഒപ്പം ഇയാളുടെ പണം കിടപ്പുമുറിക്ക് മുകളിലുള്ള ഷെൽഫില് ആണ് സൂക്ഷിച്ചിരുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് അയാൾ പറയുകയും ചെയ്തത്. കാരണം പോലീസ് ഇയാളിലേക്ക് എത്തി എന്ന് മനസ്സിലായപ്പോൾ ഒന്നും ഒളിച്ചു വെക്കാനില്ലാത്ത വിധം പോലീസിനോട് ഇയാൾ സമ്മതിക്കുകയായിരുന്നു. കാര്യങ്ങൾ വളരെ കൃത്യമായി ക്രമമായി വിശദീകരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് താനിത് ചെയ്തു, തന്റെ കടം, അതിൽ മറ്റു വഴികളില്ല, മറ്റു കാര്യങ്ങൾ എനിക്കറിയില്ല, അതുകൊണ്ട് ഈ രീതിയിലേക്ക് ഒരു പ്ലാൻ ചെയ്തു, അത് കൃത്യമായി നടപ്പാക്കി എന്നത് തന്നെയാണ്. പോലീസും ഇപ്പോൾ ആ രീതിയിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. മറ്റാരുമില്ല, കൃത്യമായി ഇയാൾ അത് നിരീക്ഷിച്ച ഈ ചുറ്റുപാടും ബാങ്കും അതിന്റെ സമയവും എല്ലാം കുറെ നാളുകൾ കൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുത്തതിന് ശേഷമാണ് ഇയാൾ നടപ്പാക്കി എന്നതാണ്. എന്നിരുന്നാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത് ഇയാളുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങളുടെ പരിശോധനയാണ് ഇപ്പോൾ അത് നടക്കുന്നത്. അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇയാൾ ഒറ്റയ്ക്കാണ് എന്നത്. ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ശരി ഡാനി. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. രാഷ്ട്രീയ പ്രേരിതമാണ് സമരമെന്ന് ആരോപിച്ച് സർക്കാർ തള്ളിയതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആശാവർക്കർമാർ. ഇന്ന് 8 ദിവസമാവുന്ന സമരത്തിന് പിന്തുണയും ഏറി വരുന്നുണ്ട്. കോവിഡ് പടർന്നു പിടിച്ച് ആരും പുറത്തിറങ്ങാത്ത ആ ദുരിതകാലം ഓർമ്മയില്ലേ? കോവിഡ് രോഗികളെ കണ്ടെത്താനും അവർക്ക് സൗകര്യമൊരുക്കാനും നമുക്കൊരു ദൗത്യസേനയുണ്ടായിരുന്നു. സ്വന്തം ജീവനുകൾ പോലും പണയപ്പെടുത്തി അന്ന് അവർ കാട്ടിയ ധൈര്യമായിരുന്നു കേരളത്തിന്റെ കരുത്ത്. കേരളത്തിന്റെ ആരോഗ്യ മാതൃകയ്ക്ക് നേരവകാശികളായ ആശാവർക്കർമാർ ഇന്ന് സമരരംഗത്താണ്. രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ ആരോപണങ്ങൾ ഇവരുടെ സമരാവേശം ഇരട്ടിപ്പിക്കുകയാണ്. ഇന്ന് ഒരു തൊഴിലുറപ്പുകാരുടെ കൂലി എത്രയാ? ഇന്നൊരു ഹോം നഴ്സിംഗിന് പോകുന്നവരുടെ കൂലി എത്രയാ? അവർ വാങ്ങുന്ന ശമ്പളം എത്രയാ? മന്ത്രിയുടെ വീട്ടില് കുട്ടികൾക്ക് മിഠായി വാങ്ങുന്ന, മധുരപലഹാരം വാങ്ങുന്ന കാശ് പോലും ഞങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നില്ല. കഴിഞ്ഞ 10 മുതലാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിച്ച് രാപ്പകൽ സമരം ആരംഭിച്ചത്. ആവശ്യങ്ങൾ ഇങ്ങനെ നീളുന്നു: 3 മാസത്തെ ഓണറേറിയം കുടിശ്ശിക വിതരണം ചെയ്യുക, ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക, മറ്റു സർക്കാർ ജീവനക്കാരെ പോലെ പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക. ഇങ്ങനെ നീളുന്നു ആവശ്യങ്ങൾ. സമരം ഒത്തുതീർപ്പാക്കാൻ ആദ്യം നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറും പിന്നീട് ആരോഗ്യമന്ത്രിയും ചർച്ച നടത്തി. കൃത്യമായ ഉറപ്പുകൾ സർക്കാർ നൽകിയില്ല. ഇതോടെ 20-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം പ്രഖ്യാപിച്ച് സമരം കടുപ്പിക്കാനാണ് നീക്കം. സമരക്കാരുടെ ആവശ്യം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച ആരോഗ്യവകുപ്പ് സമരം ഒത്തുതീർപ്പാക്കാനും ശ്രമം നടത്തുന്നുണ്ട്. സമരക്കാരെ നേരിടുന്ന സർക്കാരിന്റെ വാദങ്ങൾ ഇങ്ങനെയാണ്: ഓണറേറിയം മുടങ്ങിയതിന് കാരണം കേന്ദ്രവിഹിതം കിട്ടാത്തതുകൊണ്ട്. നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഓണറേറിയം നൽകുന്നു. പ്രതിമാസം 13,200 വരെ കിട്ടുന്നുണ്ട് എന്നാണ് സർക്കാർ വാദം. ആശാവർക്കർമാർക്ക് പെൻഷൻ പദ്ധതി സാധ്യമല്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരമുള്ള താൽക്കാലിക ജീവനക്കാരാണവർ. 2016-ൽ 1000 രൂപ എന്നത് ഘട്ടം ഘട്ടമായി ഉയർത്തി നൽകിയെന്നതാണ് സർക്കാരിന്റെ വാദം. എന്നാൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ മുതൽ വിവിധ ആരോഗ്യ സർവേ വരെ നിർവഹിക്കുന്ന ഈ ആശാവർക്കർമാർക്ക് ജോലിക്ക് തുല്യമായ വേതനം കിട്ടുന്നില്ല എന്നതാണ് വസ്തുത. 13,200 രൂപ വരെ കിട്ടുമെന്നാണ് സർക്കാർ വാദമെങ്കിലും ഇതൊരിക്കലും കിട്ടിയിട്ടില്ലെന്ന് ആശാവർക്കർമാർ പറയുന്നു. സാമൂഹിക ആരോഗ്യരംഗത്തെ കേരള മാതൃകയ്ക്ക് കാരണക്കാരായ ഇവരെ ചേർത്ത് നിർത്തണം. 25,000-ഓളം വരുന്ന കേരളത്തിന്റെ ഈ ആരോഗ്യസേനയുടെ ആവശ്യങ്ങളിൽ രാഷ്ട്രീയം കാണുന്നതിന് മുമ്പ് അവരുടെ വേതന കുടിശ്ശികയെങ്കിലും കൊടുത്തു തീർക്കാനും സർക്കാരിന് കഴിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ കൊല്ലപ്പെട്ട മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയാണ്.
അപ്പോൾ പൊതുവിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെയാണോ മുൻകരുതൽ സ്വീകരിക്കേണ്ടത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചും പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങളെടുക്കും. ഇതാണ് ആന എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിൽ കൃത്യമായി നാട്ടാന പരിപാലന ചട്ടം പാലിച്ചുകൊണ്ടായിരിക്കണം കൃത്യമായി എഴുന്നള്ളിപ്പെല്ലാം നടക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സുപ്രധാനമായ ഒരു വിധി പറഞ്ഞിരുന്നു. അത് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇത്തരൊരു പശ്ചാത്തലം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ എഴുന്നള്ളിപ്പ് നടന്നിരുന്നത്. എന്തായിരുന്നാലും എഴുന്നള്ളിപ്പിന് കൃത്യമായി അകലം പാലിക്കണമെന്നുള്ള കാര്യവും അതുപോലെ തന്നെ നാട്ടാന പരിപാലന ചട്ടം പാലിക്കണം എന്നുള്ള കാര്യവും തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം പരിശോധിച്ച് റിപ്പോർട്ട് തരേണ്ടത് വനം വകുപ്പാണ്, വനം വന്യജീവി സംരക്ഷണ വകുപ്പാണ്. അവരത് കൃത്യമായി ചെയ്യുന്നുണ്ട്. വനം വകുപ്പ് മന്ത്രി തന്നെ ഇവിടെ വന്ന് ഈ കാര്യങ്ങളിൽ ഇടപെടുകയും ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ റിപ്പോർട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യത്തിൽ ആ വകുപ്പ് ബന്ധപ്പെട്ട രൂപത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളെടുത്ത് ഭാവിയിൽ നടപ്പാക്കും. നാട്ടാന പരിപാലന ചട്ടം പാലിക്കുന്നതിൽ വീഴ്ച ഉണ്ടായി എന്നാണല്ലോ വനംവകുപ്പിന്റെ കണ്ടെത്തൽ. അല്ല, അതിന്റെ അവരുടെ ഫൈനൽ റിപ്പോർട്ട് വന്നില്ല. അവർ പ്രാഥമികമായി അന്നേരം കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളെ ഞാൻ മന്ത്രിയായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ അതിന്റെ ഫൈനൽ റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ, വിശദമായി അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെയർമാനുണ്ട് എന്റെ കൂടെ, മലബാർ ദേവസ്വത്തിന്റെ കമ്മീഷണറുണ്ട്. ഗുരുവായൂർ ദേവസ്വം കമ്മീഷണർക്കൊപ്പമാണ് മന്ത്രി വി എൻ വാസവൻ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത്. ഇന്ന് ഈ കേസ് ഹൈക്കോടതി സ്വമേധയാ ഈ സംഭവത്തിൽ കേസെടുത്തിരുന്നു. അത് കോടതി പരിഗണിക്കാനിരിക്കുകയുമാണ്. ഇടവേള. ഭാര്യ വിദേശത്ത് ജോലി ചെയ്യണ നഴ്സാണ്. അവരിൽ നിന്ന് ലഭിച്ച പണമാണ് ഈ രീതിയിലേക്ക് അവരെ അയച്ചുകൊണ്ടിരുന്ന പണം ആർഭാട ജീവിതത്തിലേക്ക് ഇയാൾ വഴിമാറ്റുകയായിരുന്നു. വലിയ രീതിയിലേക്ക് കടബാധ്യതകൾ വന്നു. അത് ഇയാളെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത രീതിയിലേക്കെല്ലാം തന്നെ ഇയാൾ മാറിയിരുന്നു. പിന്നീട് കണ്ട വഴി എന്ന് പറയുന്നത് ഈ രീതിയിൽ പണം സമാഹരിക്കുക എന്നതാണ്. ഭാര്യ അവധിക്ക് വരാറായി, നാട്ടിലേക്ക് വരാറായി. അപ്പോഴേക്കും ഇത് തീർക്കാനായിട്ട് ഇയാൾ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് കൊള്ളയടിക്കുക എന്നാണ്. ബാങ്ക് കൊള്ളയടിക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. പോലീസ് ഇയാൾ പറയുന്ന ഈ കാര്യങ്ങൾ അത് പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് കടബാധ്യത ഉണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസിന് ഇപ്പോഴും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് മറ്റെല്ലാവരും ഉന്നയിക്കുന്ന പോലൊരു സംശയമാണ്. ഒരു ബാങ്ക് കൊള്ളയടിച്ച് കടന്നു പോകാൻ ഇത്ര വളരെ പെട്ടെന്ന് ഒരു പരിചയമില്ലാത്ത, ഒട്ടും പ്രൊഫഷണൽ ഈ രംഗത്ത് ഈ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഈ വീട്ടിലെ കറിക്കത്തെയും കൊണ്ടുവന്ന് ബാങ്ക് കൊള്ളയടിച്ച് പോയി എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. അതിൽ പോലീസ് പറയുന്നത് ഈ നിരന്തരമായി നിരീക്ഷിച്ച ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നെല്ലാം ഇയാൾ പറയുമ്പോഴും അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. ഇയാളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതിന് ഇന്നിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളാണ്. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ എല്ലാം തന്നെ കഴിഞ്ഞു. ഇന്ന് പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും കോടതിയിലേക്ക് ഇയാൾ എത്തിക്കുക. അതിന് മുൻപ് പോലീസിന് ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യവും കാര്യങ്ങളും എല്ലാം നിരീക്ഷിച്ച് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇയാൾ തന്നെയാണ്, ഒറ്റയ്ക്കാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നതാണ്. എങ്കിൽ കൂടിയും അതിനൊരു ആധികാരികത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കും. പോലീസിന് 3 ദിവസത്തോളം ഇത്രയും വലിയൊരു പറഞ്ഞത്. പുതിയ ഫാസ്ടാഗ് നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് ടോൾ നിരക്കിന്റെ ഇരട്ടി തുകയാവും ഇനി ഈടാക്കുക. വാഹനങ്ങളിലെ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടപാട് നടത്താനാകില്ല. ബാലൻസ് ഇല്ലാതിരിക്കുക, KYC പൂർത്തിയാകാത്ത സാഹചര്യങ്ങൾ, ചേസിസ് നമ്പറും വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ടാവുക തുടങ്ങിയ ഘട്ടങ്ങളിൽ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാം. ടോൾ ബൂത്ത് എത്തുന്നതിന് 60 മിനിറ്റ് മുമ്പ് ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം റീചാർജ് ചെയ്യാൻ സാധിക്കില്ല. ഫാസ്ടാഗ് സ്കാൻ ചെയ്ത് 10 മിനിറ്റിന് ശേഷമാണ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇടപാട് റദ്ദാക്കപ്പെടും. ടോൾ പ്ലാസ കടന്ന് 10 മിനിറ്റിന് ശേഷം റീചാർജ് ചെയ്താൽ ഈടാക്കിയ പിഴ ഒഴിവാക്കാവുന്നതാണ്. നിയമങ്ങൾ തെറ്റിച്ചാൽ 176 കോഡ് നേരിടേണ്ടി വന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. ഫാസ്ടാഗ് വഴിയുള്ള പണമടയ്ക്കൽ നിരസിക്കൽ അല്ലെങ്കിൽ തടയൽ എന്നാണ് 176 കോഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫാസ്ടാഗ് സജീവമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്.
ഫാസ്ടാഗ് പോർട്ടൽ ഉപയോഗിച്ച് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. ഔദ്യോഗിക പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കുക. നിങ്ങളുടെ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ഗതാഗത വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം മസ്കറ്റ് വിമാനം റദ്ദാക്കിയതോടെ യാത്രക്കാർ വലഞ്ഞു. ഭക്ഷണവും താമസവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിമാന കമ്പനി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് യാത്രക്കാരെ കഴക്കൂട്ടത്തെ ഹോട്ടലിൽ എത്തിച്ചെങ്കിലും ഇക്കാര്യം അറിയില്ലെന്നായിരുന്നു ഹോട്ടൽ മാനേജ്മെന്റിന്റെ നിലപാട്. ഇതോടെ ആകെ പ്രതിഷേധമാവുകയായിരുന്നു. താമസ സൗകര്യം നൽകാമെന്ന ഉറപ്പിൽ പിന്നീട് പ്രതിഷേധം അവസാനിപ്പിച്ചു. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായത്? ഈ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിക്കപ്പെട്ടു. മസ്കറ്റിലേക്കുള്ള വിമാനം പെട്ടെന്ന് റദ്ദു ചെയ്യുകയായിരുന്നു. തുടർന്ന് യാത്രക്കാർക്ക് ഇന്ന് ആ വിമാനം ഉണ്ടാകില്ലെന്ന് അറിയിപ്പ് വരികയും യാത്രക്കാരെ തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള ഒരു ഹോട്ടലിലേക്ക് മാറ്റുകയുമായിരുന്നു. അവിടെ ഭക്ഷണവും താമസവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ വിമാന കമ്പനി അവരെ അറിയിച്ചത്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. അവർ ഹോട്ടലിലേക്ക് എത്തുമ്പോൾ പക്ഷെ ഹോട്ടൽ അധികൃതർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിമാന കമ്പനി അവരെ ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതായത് താമസമോ ഭക്ഷണമോ നൽകാൻ കഴിയില്ല എന്ന് ഹോട്ടൽ അധികൃതർ നിലപാടെടുത്തു. ഇതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം ആ ഹോട്ടലിൽ ഉണ്ടായത്. യാത്രക്കാർ തന്നെ പോലീസിനെയും വിളിച്ചു വരുത്തി. ഈ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇപ്പോൾ ഹോട്ടൽ അധികൃതർ ഇവർക്ക് ഭക്ഷണം നൽകാം, റെസ്റ്റോറന്റിലേക്ക് മാറാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർക്ക് ഭക്ഷണം നൽകാൻ തീരുമാനം ആയിട്ടുണ്ട്. താമസസൗകര്യത്തെ കാലത്ത് ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷെ പ്രതിഷേധത്തിന് ഇപ്പോൾ അനുവ് വന്നിട്ടുണ്ട്. യാത്രക്കാർ താമസ സൗകര്യം കൂടി കമ്പനി തന്നെ ഒരുക്കി നൽകണമെന്ന ആവശ്യമാണ്, വിമാന കമ്പനി തന്നെ ഒരുക്കി നൽകണമെന്ന ആവശ്യമാണ് യാത്രക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ ഈ ആഹാരം നൽകാൻ തയ്യാറായത് തന്നെയാണ്. തൽക്കാലത്തേക്ക് പ്രശ്നം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ താമസ സൗകര്യത്തിന്റെ കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തമായ തീരുമാനം വേണമെന്നാണ് യാത്രക്കാർ പറയുന്നത്. You are 100% genuine. Yes, I am with you. Right. Thank you, sir. Okay, I am with you. Thanks, sir. Thanks, the only thing they don't have any information and they are telling 15 rooms booked here and you have no information. That's injustice from their side. Actually, as my colleagues, as my colleagues, they are മറ്റു വാർത്തകളിലേക്ക്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഫഹദ് അൽ താനിയുടെ 2 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് അമീർ ഇന്ത്യയിലെത്തുന്നത്. മന്ത്രിമാരും ഉന്നതതല പ്രതിനിധി സംഘവും ബിസിനസ് പ്രമുഖരും അമീറിനൊപ്പം സന്ദർശനത്തിലുണ്ട്. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളും ഏറെ പ്രതീക്ഷയോടെയാണ് ഈ സന്ദർശനത്തെ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ഖത്തറിൽ സന്ദർശനം നടത്തുകയും അമീറുമായി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 ഇന്ത്യൻ നാവികസേനാ സൈനികരെ മോചിപ്പിച്ചതിന് അമീറിനോട് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിലെത്തിയതും നിർണായക നീക്കങ്ങളുടെ ഭാഗമായാണ്. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലുള്ള പരസ്പര സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യും. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി അമീർ കൂടിക്കാഴ്ച നടത്തും. നാളെ രാഷ്ട്രപതി ഭവനിൽ അമീറിനായി വിരുന്ന് സംഘടിപ്പിക്കും. ഇതിനു മുൻപ് 2015 ഖത്തർ അമീർ അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത്. അന്ന് സുപ്രധാന വാണിജ്യ കരാറുകളിൽ ചർച്ച നടക്കുകയും ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. 8 ലക്ഷത്തോളം വരുന്ന ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളും ഏറെ പ്രതീക്ഷയോടെയും താൽപര്യത്തോടെയുമാണ് ഖത്തർ അമീറിന്റെ ഇന്ത്യ സന്ദർശനത്തെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നത് സംബന്ധിച്ചും ചർച്ച നടക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തലസ്ഥാനത്ത് മലേഷ്യൻ രുചികൾ അടുത്തറിയാൻ ഒരു അവസരം. മലേഷ്യൻ എയർലൈൻസിന്റെ സഹകരണത്തോടെ ഹയത്ത് റെജൻസിയിലെ ഓറിയന്റൽ കിച്ചണിൽ ആരംഭിച്ച മലേഷ്യൻ ഭക്ഷ്യമേളയിലാണ് വ്യത്യസ്തമായ രുചികളുമായി പാചക വിദഗ്ധർ വിരുന്നൊരുക്കുന്നത്. കോലാലംപൂരിൽ നിന്നെത്തിയ മലേഷ്യൻ ഷെഫുമാരായ FAC, താജുദ്ദീൻ എന്നിവർ ക്യൂറേറ്റ് ചെയ്ത മലേഷ്യൻ വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കേരളവും മലേഷ്യയും തമ്മിലുള്ള ടൂറിസം ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മലേഷ്യൻ എയർവേസ് സഹകരിച്ച ഈ ഭക്ഷ്യമേള. ആഗോള രുചികളെ സംസ്ഥാനത്തിന് പരിചയപ്പെടുത്താനുള്ള ഹയാത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഫെബ്രുവരി 23 വരെ ഉച്ചയ്ക്കും രാത്രിയിലുമായി മേള നടത്തുന്നത്. മേളയിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്നവർക്ക് തിരുവനന്തപുരത്ത് നിന്ന് കോലാലംപൂരിലേക്കും തിരിച്ചും മലേഷ്യൻ എയർലൈൻസിൽ യാത്ര ചെയ്യുന്നതിനും മലേഷ്യ ഗ്രാൻഡ് ഹയാത്തിൽ 1 ദിവസം താമസിക്കുന്നതിനും അവസരം ലഭിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.
ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ രംഗത്ത് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ കൊട്ട കണക്കുകൾ ഉണ്ടാക്കി PR വർക്കിൻ്റെ ഭാഗമായി ഊതി വീർപ്പിച്ച കണക്കുകളാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും അവതരിപ്പിച്ചിട്ടുള്ളത്. അത് പൊള്ളയാണ് എന്ന് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവ് അങ്ങനെ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ദേശീയ നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിണറായി വിജയനോ ഗോവിന്ദൻ മാഷോ ഞങ്ങളെ ഉപദേശിക്കാൻ വരേണ്ട കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരള നിയമസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ പഞ്ചായത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പും ഒക്കെ നൽകുന്ന സൂചന കേരളത്തിൽ പ്രതിപക്ഷം പറയുന്നതാണ് ശരി എന്നുള്ളത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അല്ല, അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. കാരണം അദ്ദേഹം എഴുതിയ ലേഖനം ശശി തരൂരിന്റെ ലേഖനത്തിൽ ഉൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് കെ മുരളീധരൻ. രാവിലെ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ദിവസത്തെ വാർത്തകൾ ഇനിയും സജീവമാവാൻ പോകുന്നതേയുള്ളൂ. പ്രത്യേകിച്ച് കഴിഞ്ഞ 8 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മുടെ അഭിമാനമായ ആശാ വർക്കർമാർ അവിടെ രാപ്പകൽ സമരം നടത്തുകയാണ്. അവരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ പറയുമ്പോഴും അവരുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് അടിച്ച് എത്ര ദിവസം മുന്നോട്ട് പോകാനാകും എന്നത് അറിയേണ്ട കാര്യമാണ്. അവർ സമരം ശക്തിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഈ വിഷയം നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ട്രെൻഡ്സിൽ അപർണ കുറുപ്പ് ചേരും. ഇടവേളയ്ക്ക് ശേഷം എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഭാര്യ വിദേശത്ത് ജോലി ചെയ്യണ നഴ്സാണ്. അവരിൽ നിന്ന് ലഭിച്ച പണമാണ് ഈ രീതിയിലേക്ക് അവർ അയച്ചുകൊണ്ടിരുന്ന പണം ആർഭാട ജീവിതത്തിലേക്ക് ഇയാൾ വഴിമാറ്റുകയായിരുന്നു. വലിയ രീതിയിലേക്ക് കടബാധ്യതകൾ വന്നു. അത് ഇയാളെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത രീതിയിലേക്കെല്ലാം തന്നെ ഇയാൾ മാറിയിരുന്നു. പിന്നീട് കണ്ട വഴി എന്ന് പറയുന്നത് ഈ രീതിയിൽ പണം സമാഹരിക്കുക എന്നതാണ്. ഭാര്യ അവധിക്ക് വരാറായി, നാട്ടിലേക്ക് വരാറായി. അപ്പോഴേക്കും ഇത് തീർക്കാനായിട്ട് ഇയാൾ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് കൊള്ളയടിക്കുക എന്നാണ്. ബാങ്ക് കൊള്ളയടിക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. പോലീസ് ഇയാൾ പറയുന്ന ഈ കാര്യങ്ങൾ അത് പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് കടബാധ്യത ഉണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസിന് ഇപ്പോഴും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് മറ്റെല്ലാ